ചുരുക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ ഒരു പൂരക്കാലം, ഈ ഉത്സവകാലം നമ്മുടെയൊക്കെ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു വരുന്നു, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം വരുന്നു, അത് കഴിഞ്ഞാൽ ഇലക്ഷൻ പൂരം വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതിദാന അവകാശത്തെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് നാടിന് ഗുണമെന്ന് തോന്നുന്നത് എന്തോ അത് തന്നെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് തന്നെ പറയാം. ഒരു ആന്തം പ്ലേ ചെയ്യുന്നതോടുകൂടി ഇന്നത്തെ ആർ സ്റ്റാർ ഓഫ് ദി ഈവനിങ് ആൻഡ് പോസിബിളി ദ സ്റ്റാർ ഓഫ് തൃശൂർ വെരി സൂൺ, എത്രയോ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം വെള്ളിത്തിരയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേറെ നന്മയുള്ള ഒരു മനുഷ്യനായി നമ്മൾ അദ്ദേഹത്തെ കാണുന്നു. എ കൈൻഡ് ഹാർട്ട്, brave mind and fierce spirit. Ladies and gentlemen, presenting before you Shri Suresh Gopi. A leader who can empathize and empower. വളരെ ചുരുക്കം നേതാക്കളിൽ കാണാൻ സാധിക്കുന്ന രണ്ട് ഗുണങ്ങളാണത്. എമ്പത്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുക, ചുറ്റുമുള്ളവരെ എംപവർ ചെയ്യാനായി എപ്പോഴും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു ടു ഹാവ് ട്വൈലൈറ്റ് ടോക്സ് വിത്ത് ദി അൺപാരലൽഡ് സുരേഷ് ഏട്ടൻ ഹിംസെൽഫ്. A leader with courage, conviction and character. Let us discuss, support and elect SG എന്ന ക്യാപ്ഷനിൽ പറയുന്നത് പോലെ തന്നെ സുരേഷ് സാറിന് ഹാൻജി SG ടു SG എന്ന് നമുക്ക് പറയാൻ പറ്റട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. തൃശ്ശൂരിന്റെ നമസ്കാരം സുരേഷ് ഏട്ടന് തിരിച്ചു പറയിക്കാണ്. Now this is a stellar lineup on stage. ഒരു പ്രാർത്ഥനയോടുകൂടി ട്വൈലൈറ്റ് ടോക്സ് വിത്ത് SG എന്ന ഈ സായാഹ്നം നമ്മൾ തുടങ്ങുകയാണ്. ഔപചാരികമായി പ്രാർത്ഥനയിൽ നയിക്കുന്നതിനായി one more time can we have Ms. Amrita Varshini on stage. Check. Hello. We'll just hold on. Namaste again, sir. Sir, with your permission, നമ്മൾ തുടക്കം നന്നാവണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വിത്ത് യുവർ പെർമിഷൻ ഒരു പ്രാർത്ഥനയോട് കൂടി that was Amrita Varshini. വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഗാനാലാപനമാണ് അമൃത വർഷിനിയുടെ കാഴ്ചവെച്ചത്. ചില നിമിഷങ്ങൾ ആർ ഇൻഎക്സ്പ്രസിബിൾ. താങ്ക് യു സർ. When there is pitch darkness, even one flame can make a difference. ഒരു ചെറിയ നാളത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിന് ഇരുട്ടിനെ ഒന്നാകെ അഴിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു വെളിച്ചമായി സുരേഷ് ഏട്ടന്റെ വിജയം തൃശ്ശൂരുകാർക്ക് മുന്നോട്ട് വരട്ടെ, അത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇന്നത്തെ ഈ ഒരു സഭയുടെ ഉദ്ഘാടകൻ മേജർ രവി സർ, we would like you to officially inaugurate the event where Suresh Gopi sir is our honorable guest. And I request all the dignitaries on stage to join him as we light the lamp. മേജർ രവി സാറും സുരേഷ് സാറും തമ്മിലുള്ള ഒരു ക്യാമറാഡറി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ വാം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ആ വാമത്തോടു കൂടി നമ്മൾ തുടങ്ങുന്നു. We welcome sirs to do the honors. Let's bring the lamp. സർവർക്കും സർവമംഗളങ്ങളും ഭവിക്കട്ടെ.
सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्ति। May there be peace, prosperity, good health, wealth and happiness unto all. എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ട്വൈലൈറ്റ് ടോക്സിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. വിടാമുയർച്ചി വിശ്വരൂപ വെട്രി എന്ന് നമ്മൾ പറയാറുണ്ട് തമിഴില്. Relentless effort will invariably yield results. നിലവിളക്കിന്റെ നാളുകൾ തെളിയിച്ചിരിക്കുന്നു. ട്വൈലൈറ്റ് ടോക്സ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു. സുരേഷ് സർ ഒരു 2-3 പേർക്ക് ഒരു പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെഗ്മെന്റിലേക്ക് കടക്കുന്നു. ഏറ്റവും ആദ്യം പ്രിയങ്കരനായ സുരേഷ് ചേട്ടന് ആദരവ് അറിയിക്കുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെ തന്നെ ഏറ്റവും ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ട്വൈലൈറ്റ് ടോക്സ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടക സമിതിയുടെ ഭാരവാഹികൾ, സംഘാടക സമിതിയുടെ അംഗങ്ങൾ വേദിയിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് SG for Parliament. After the program committee, I request SG for Parliament team to be ready. And following SG for Parliament, the Hindu Economic Forum. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു പൊന്നാട അണിയിച്ച് അല്ലെങ്കിൽ ഉപഹാരം നൽകി വേദിയിൽ വെച്ചത് അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. We will make sure that the frame is also looking good. That is Suresh Shettan. He has eye for the smallest of details. And can we have the program committee on stage, please? Program committee members ne vediyilekku kshanikkunnu. Thank you, team. Sirs, please come. One photograph together. ഇനി വരുന്ന വിജയ മുഹൂർത്തങ്ങളിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മുഹൂർത്തമായി ഇത് മാറട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുന്നു. Thank you, team. SG for Parliament. May we have SG for Parliament സംഘടനയുടെ മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സേഴ്സ്. തുടർന്ന് the Hindu Economic Forum. We would like you to be ready to join us here on stage immediately after. അതിസുന്ദരമായ കണ്ണന്റെ വിഗ്രഹം ഒരു ചെറിയ ഉണ്ണിക്കണ്ണനെ അവിടെ സമ്മാനിക്കുകയാണ്. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം
ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. ശ്രീകൃഷ്ണ ചൈതന്യമുള്ള മനോഹരമായ ഒരു ഉപഹാരം അവിടെ നൽകിയിരിക്കുകയാണ്. തുടർന്ന് ഹിന്ദു എക്കണോമിക് ഫോറം. സ്വാഗതം സർ. എപ്പോഴും ഒരു ഡിവൈൻ ഫോഴ്സിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും സുരേഷ് ഏട്ടനെ നമുക്കറിയാം. മേ ദി ഡിവൈൻ ഫോഴ്സ് ബി വിത്ത് ഹിം. ഹിന്ദു എക്കണോമിക് ഫോറത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള സ്നേഹാദരം അറിയിക്കുന്നു. मन के हारे हार है मन के जीते जीत कहे കബീർ ഹരി പായിയെ മൻ ഹി കെ പരാതീത് എന്ന വളരെ പ്രസിദ്ധമായ കബീർദാസിന്റെ ദോഹയാണ് മനസ്സിൽ ആദ്യം വരുന്നത്. വിജയം എപ്പോഴും മനസ്സിലാണ് എന്നാണ്. മനസ്സിൽ എപ്പോഴും ജനത്തിനായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾ എപ്പോഴും വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സുരേഷേട്ടന്റെ വിജയം ജനങ്ങളുടെ വിജയമാണ്. ആ വിജയത്തിനായി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ വെച്ച് മറ്റൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെഷനും കൂടെ നമ്മൾ ഈ ഒരു അവസരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. തൃശൂർ പൂരത്തിനായി ഒരുക്കിയ ഒരു ഗാനം ഈ വേദിയിൽ വെച്ച് സുരേഷ് ഏട്ടൻ ലോഞ്ച് ചെയ്യണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. ദ്യുതി എന്ന തൃശൂർ പൂര ഗാനത്തിന്റെ ഓഡിയോ ലോഞ്ച് കർമ്മവും കൂടെ സുരേഷ് ഏട്ടൻ ഈ അവസരത്തിൽ നിർവഹിക്കണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ചെറിയൊരു ഓഡിയോ ലോഞ്ച് സെഗ്മെന്റിലേക്ക് കടക്കുന്നു. ഈ ഓഡിയോ അല്ലെങ്കിൽ ഈ ട്രാക്ക് ഇവിടെ ഒരുക്കിയ അണിയറ പ്രവർത്തകരെ ഞാൻ വേദിയിലേക്ക് സസന്തോഷം ക്ഷണിക്കുകയാണ്. ചലച്ചിത്ര ഗാന രചയിതാവ് ശ്രീ ജ്യോതിഷ് കാശി, സ്വാഗതം വേദിയിലേക്ക്. അദ്ദേഹത്തിന്റെ വരികളാണ് നമ്മൾ കേൾക്കുന്നത്. സംഗീതം നിർവഹിക്കുകയും ഈ ഗാനം ആലപിക്കുകയും ചെയ്ത ശ്രീ സജയൻ മാങ്ങാട്ട്, സ്വാഗതം വേദിയിലേക്ക്. ഈ വരികൾക്ക് മനോഹരമായി വിഷ്വലൈസേഷൻ നൽകിയിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ ജോയ്സൺ ഫോഗാണ്. ശ്രീ ജോയ്സൺ വേദിയിലേക്ക് സ്വാഗതം. അതോടൊപ്പം അഭിനേതാക്കളായ കലാമണ്ഡലം ജയലക്ഷ്മി, കലാമണ്ഡലം മാധുരി, മുരളി മലയിൽ തുടങ്ങിയവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിനോടൊപ്പം ചേർക്കാനുള്ളത് പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സംഗീത സംവിധായകനായ ശ്രീ രാം സുരേന്ദ്രാണ്. പിക്ചറൈസേഷൻ ശ്രീ ജോയ്സൺ ഫോഗും ശ്രീ ജ്യോതിഷ് കാശിയും കൂടെ ചേർന്നിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരു സ്പെക്ടക്കിളായ തൃശൂർ പൂരത്തിന്റെ ആ ഒരു എസൻസ് മനോഹരമായി ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള ദ്യുതി എന്ന ഗാനത്തിന്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. സുരേഷ് സർ ഇവിടെ പ്രകാശനം ചെയ്യുന്നതോടുകൂടി ഇന്നു മുതൽ യൂട്യൂബിലും ഈ ഗാനം കണ്ടും കേട്ടും ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. And we unveil before you Duty. ഒപ്പം താളം പിടിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു ടീം, മോർ പവർ ടു യു. താങ്ക് യു. ഇനി മിസ് വിജയ ജ്യോതിഷ് മാഡത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാഡം ഒരു ഭഗവത്ഗീത സുരേഷ് സാറിന് സമ്മാനിക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. സുരേഷ് ഏട്ടന്റെ ജീവിതവും ഒരു പക്ഷെ അങ്ങനെ തന്നെയാണ്. ഒരു പാർത്ഥസാരഥിയായി തൃശ്ശൂരിനെ മുന്നോട്ട് നയിക്കാൻ, പടനായകനാകാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സുരേഷ് ഏട്ടൻ. കർമ്മണ്യവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫല ഹേതുർഭുർ മാതേ സംഗോ സ്വകർമ്മണി എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ സഹായിക്കാൻ കഴിയുക എന്നത് സുരേഷ് ഏട്ടന്റെ ജീവിതത്തിന്റെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.
ശ്രീമദ് ഭഗവത്ഗീത സുരേഷ് ഏട്ടന് ഇവിടെ സമ്മാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണെന്ന് പറയാറുണ്ട്. നമുക്ക് എന്ത് ഘട്ടത്തിനും ശ്രീമദ് ഭഗവത്ഗീതയിൽ അതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സേഴ്സ്. യു മേ ബി സീറ്റഡ്. കുറെ നേരമായി സുരേഷ് ഏട്ടന് ഇരിക്കാനുള്ള ഒരു സമയം പോലും നൽകാതെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉദ്ഘാടന പ്രസംഗമാണ്. ഉദ്ഘാടകൻ മേജർ രവി ആയിരുന്നു, മേജർ രവി സാർ ആയിരുന്നു. ആദ്യം ഉദ്ഘാടന പ്രസംഗവും ഫോർമാറ്റ് തെറ്റിക്കുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിനായി പ്രിയനായ മേജർ രവി സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സഹസ്രമിരിക്കുന്ന ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വല്ല ബന്ധം അതങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നാളെ ആരും ചോദിച്ചു എന്തിനാണ് സാറ് സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് ഏറ്റവും അധികം പറയാനുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ്. ഇന്നത്തെ ലോകത്തിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ്. അപൂർവമായിട്ടാണ് നല്ല മനുഷ്യന്മാരെ കാണാൻ കിട്ടാറുള്ളത്. സ്വാർത്ഥതയും അസൂയയും കുരുട്ടും ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഈ 5 അടി 6 ഇഞ്ച് അല്ലെങ്കിൽ 5 അടി 8 ഇഞ്ച് 6 അടി 2 ഇഞ്ച് പൊക്കത്തിൽ നമ്മളിന്നിപ്പം അങ്ങനെ ഒരു ലോകമായിട്ട് മാറിയിരിക്കുകയാണ്. എന്റെ കാര്യം മാത്രം, ഞാൻ, എന്റെ ഭാര്യ, ഇന്ന് അച്ഛൻ അമ്മ എന്നും കൂടെ പറയുന്നില്ല, കാരണം അവരെ കൊണ്ടിട്ട് ഓൾഡ് ഏജ് ഹോമിൽ തട്ടിക്കളയും. അപ്പൊ ഞാന്, എന്റെ ഭാര്യ, എന്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് എന്റെ ഭാര്യ, പിന്നെ എന്റെ മകൻ, മകള്, ഇത്രയേ ഉള്ളൂ. അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. അവിടെയാണ് ഈ ഒരു മനുഷ്യൻ ഞാൻ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെയുള്ള സ്വഭാവം ഉണ്ടായി, പക്ഷെ ആ ലെവലിലേക്ക് അങ്ങ് പോകാൻ പറ്റില്ല. ഇത് കടം വാങ്ങിച്ചിട്ടും എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ഇത് കാട്ടിക്കൂട്ടുന്നത്. സ്വന്തം MP ഫണ്ടിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ കഴിഞ്ഞിട്ട് പിന്നെ വയനാട്ടിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ലക്ഷക്കണക്കിന് രൂപ ലക്ഷ്മി മോളുടെ ഫണ്ടിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ തൃശ്ശൂർക്കാർക്ക് എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്നുള്ളൊരു സംഭവം, സുരേഷ് ഗോപിക്ക് MP ആയിട്ട് പറഞ്ഞയച്ച സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. വി ആർ സെൽഫിഷ്. ബി സെൽഫിഷ്. കാരണം ഇന്ന് ഞാൻ കാണുന്നതും അല്ലെങ്കിൽ ഞാൻ പട്ടാളത്തിൽ കൂടെ അനുഭവിച്ചു വന്നിട്ടുള്ളതുമായിട്ടുള്ള ആന്റി നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികളുടെ ഒരു ഭാവി അത് സുരക്ഷിതമാവണമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ പല ടെററിസ്റ്റ് മൂവ്മെന്റുകളും ആന്റി നാഷണൽ മൂവ്മെന്റുകളും ഇപ്പോൾ തന്നെ പിടിച്ചിട്ട് ജയിലിലിട്ടിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ ഫണ്ട് കളിയാണെന്നെല്ലാം പറയും. അത് കേജ്രിവാളിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 8 കൊല്ലം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീസ് ആൻ ആന്റി നാഷണൽ എലിമെന്റ് എന്ന്. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ജർമ്മനിയിലത്തെയും അമേരിക്കയിലെയും കൂടെയുള്ള 2 പേരുടെയും സ്പൈ വർക്കിനകത്ത് അയാളുടെ ഇൻവോൾവ്മെന്റ് വരും. അത് മോദിജി പിന്നീട് പുറത്തിറക്കും. വെയിറ്റ്. ഈ സമയത്ത് ഞാൻ പറയട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ പട്ടാളത്തിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് 87 ഇന്ത്യയിൽ വലിയൊരു സംഭവം നടന്നു. എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അന്ന് നമ്മുടെ ജനറൽ ആയിരുന്ന അന്നത്തെ ആർമി ചീഫ് ആയിരുന്ന സുന്ദർജി എന്നുള്ള പേരും ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഹി വാസ് എൻ അയൺമാൻ. ഈ 87 നടന്നൊരു സംഭവം ഉണ്ട്. അത് ഞാൻ ഐ വോണ്ട് ടു ബ്രിങ് ഇറ്റ് ടു യുവർ നോട്ടീസ്. 87 ഒന്ന് ടെററിസം പീക്കിലായിരുന്നു പഞ്ചാബ്. അതുപോലെ തന്നെ കശ്മീർ വാസ് ബേണിംഗ്. സോ ദാറ്റ് ടൈം ഐ വാസ് എ 2-star സെക്കൻഡ് ലെഫ്റ്റനന്റ്. ആർട്ടിലറിയിലായിരുന്നു. പെട്ടെന്ന് ഒരു രാത്രിയിൽ ഓർഡർ വരുന്നു, പഞ്ചാബിൽ പോയി ഡിപ്ലോയ് ചെയ്യാൻ പറയുന്നു. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഫുൾ ലൈവ് ആംബുലേഷനുമായിട്ട് നമ്മൾ പഞ്ചാബില് പാകിസ്ഥാൻ ബോർഡർ ഹുസൈനാല ബോർഡറിൽ കൊണ്ടുപോയി ഗൺ ഡിപ്ലോയ് ചെയ്യുന്നു. ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു.
ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് 86 തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണത്. 86-ൽ അരുണാചൽ പ്രദേശിൽ ചൈന വന്ന് അറ്റാക്ക് ചെയ്തിട്ട് അവർ പിടിച്ചെടുത്ത സമയത്ത് ഈ ഓർഡർ മിലിറ്ററി ഇന്റലിജൻസ് കിട്ടി. അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷനിലെല്ലാം പാസ് ചെയ്ത് ആർമി ചീഫിനെ അറിയിച്ചു. പക്ഷേ PMO സൈഡിൽ നിന്നൊന്നും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇവർ വെരി കൂൾ. ചൈന നമ്മുടെ ആൾക്കാരല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ചൈന നമ്മുടെ ആള്, പാകിസ്ഥാൻ നമ്മുടെ ആള്. അവിടെ പോകുന്നു, സംസാരിക്കുന്നു. ഇപ്പോഴും പാകിസ്ഥാന്റെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണിശങ്കർ അയ്യരെ പോലുള്ള ആന്റി നാഷണൽ, ഇവരൊക്കെ മിനിസ്റ്റർ ആയിരുന്നു പണ്ടത്തെ കാലത്ത്. അവിടെ പോയിരുന്നുകൊണ്ട് നവാസ് ഷെരീഫിന്റെ കാലം പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മോദിനെ ഒന്ന് താഴ്ത്തിറക്ക്, എന്നിട്ട് നിങ്ങൾ ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്ന ആന്റി നാഷണൽസ് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയെ പോലും നോക്കാതെ ആന്റി നാഷണൽ ആയിരുന്ന ഒരുവിധം പാർട്ടിക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അവിടെ പട്ടാളത്തിൽ സർവീസ് ചെയ്യാൻ യോഗമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സമയത്ത് ഇതൊക്കെ കണ്ടതാണ്. എന്തായിരുന്നു അതിന്റെ കാരണം? PMO പോലും അറിയാതെ അരുണാചൽ പ്രദേശ് തിരിച്ചു പിടിച്ചെടുത്തു സുന്ദർജി 7 മാസത്തിന്റെ സൈലൻസിന് ശേഷം. അതിനുശേഷം he was summoned to the PMO and he was asked not to do anything against China. ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇതുപോലൊരു സംഭവം നടക്കുമോ? ചൈന അവിടുന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടിരുന്ന് അങ്ങ് മാന്തി കൊടുക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. അവിടെ റോഡുകൾ വരുന്ന സമയത്ത് അന്ന് ഇവരുടെ റോഡ് എന്താണ് അവർ പറഞ്ഞത്? ചൈനയെ ആന്റഗനൈസ് ചെയ്യരുത്. അവിടെ റോഡ് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് ഡിസ്റ്റർബ് ആയിരിക്കും. ചൈന നിന്റെ അമ്മായിയച്ഛനോ? അവർക്ക് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നം? ഇത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന സമയത്താണ് സഡൻലി 2014 ഒരു സന്യാസി വരൻ വന്ന് കയറുന്നു. ഇന്ന് വരെ അവരുടെ മിനിസ്ട്രിയിൽ ഈ 10 വർഷമായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്റ്ററുടെ അഗൻസ്റ്റ് ഒരു കറപ്ഷൻ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തോളാം. അപ്പം അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ രാജ്യത്തിനെ പുരോഗതിയിലോട്ട് കൊണ്ടുപോകുന്നു, നമ്മുടെ കുട്ടികളുടെ സുരക്ഷതയും. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ എന്താണ് സുരക്ഷ? ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും പലതും പറഞ്ഞിട്ടുണ്ട്, ക്രിറ്റിസിസം വരുന്നുണ്ട്. പക്ഷെ എന്റെ കുട്ടിക്ക് ഇന്ന് കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂട്ടടിയും കൂട്ടബലാത്സംഗവും കൂട്ടമായിട്ട് തല്ലിക്കൊല്ലലും ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ആവശ്യം ശക്തമായിട്ടുള്ള ഒരു റൂള്. അത് കേരളത്തിലും വേണം. അത് കേരളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരാളെ നിങ്ങൾക്ക് തൃശ്ശൂർ കിട്ടിയല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വേണം? അവിടെ 56 ഇഞ്ച് ചെസ്റ്റുള്ള മോദിജി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പലതും പറഞ്ഞു 56 ഇഞ്ചല്ല 560 ഇഞ്ച് ചെസ്റ്റാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണത്. ആ മനുഷ്യന്റെ മുന്നിലോട്ട് നമുക്ക് ഇവിടുന്ന് ഒരാളെങ്കിലും പറഞ്ഞയക്കാൻ ഒരു നല്ല മനുഷ്യന്, രാഷ്ട്രീയക്കാരനല്ല, ഒരു നല്ല മനുഷ്യനെ ഇവിടെ നമുക്ക് പറഞ്ഞയക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമുക്കും ആവശ്യമുള്ളത് എന്താണെങ്കിൽ ഇന്ന് തൃശ്ശൂരിനെ പോലെ ഇത്രയും വലിയ കേരളത്തിന്റെ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നു, ജാതിമത ഭേദമില്ലാതെ നമ്മുടെ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ? നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രാഷ്ട്രീയപരമായിട്ട് BJPയെ സ്റ്റാമ്പടിച്ച് വെച്ചിരിക്കുകയാണ് വർഗീയരെന്ന്. എന്ന വർഗീയത കാണിക്കുന്ന ആരാണ്? ഈ ഇടതും വലതും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്ന്. ഞാനിപ്പോ മിനിഞ്ഞാന്ന് കണ്ണൂർ പോയ സമയത്ത് ഹോട്ടലുണ്ടായിട്ടും എന്റെ സുഹൃത്ത് സിദ്ദിഖിന്റെ വീട്ടിലാണ് ഞാൻ പോയി കിടന്നത്. കാരണം നോമ്പറക്കാൻ വേണ്ടി പോയി അവിടെ തന്നെ കിടന്നു തുടങ്ങി. അപ്പൊ സിദ്ദിഖും ചോദിക്കുന്നുണ്ട്, രവിട്ട നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? പക്ഷെ പേപ്പർ തുറന്നാൽ ഓരോരുത്തന്മാരുടെ സ്റ്റേറ്റ്മെന്റ് കാണാം. അത് ചുവന്ന കൊടിയായിരിക്കും പിറകില്, അല്ലെങ്കിൽ വേറെ വല്ലതായിരിക്കും. എന്ത് തന്നെയായാലും വർഗീയത മാത്രം പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഏത് ഹിന്ദുവും മുസ്ലിമും തമ്മിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഒരു പ്രശ്നമില്ല. പറയാനുണ്ട്, ചോദിച്ചാൽ അപ്പൊ നേരെ ഇങ്ങ് നോക്കും. ഇപ്പം പറയാനുള്ളത് മണിപ്പൂർ, അവിടെ ആരാണ്? അവിടെ 2 ക്രിസ്ത്യൻസ് തന്നെയായിരുന്നു. അത് ഗോത്രവർഗ്ഗങ്ങൾ, അതൊന്നും പറ്റില്ല, അതൊന്നും ഞങ്ങൾക്കറിയില്ല. മോദി അവിടെ പോയില്ല. മോദിജി എല്ലാം അവിടെ പോകേണ്ടത് അവിടെ ഹോം മിനിസ്റ്ററാണ്. അന്ന് ഹോം മിനിസ്റ്റർ അവിടെ പോയി 3 ദിവസം അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാജി. അത് പറ്റില്ല. എന്തെങ്കിലും പറയണം നിങ്ങൾക്ക്, വർഗീയത അല്ലെങ്കിൽ ഇതുപോലുള്ള അക്യൂസേഷൻസ്, ഇതെല്ലാം ഒന്നും നടക്കില്ല. നമ്മുടെ ഫൈനാൻസസ് ഗോൺ ടു ഹൈ. ഇതൊന്നും ഇവർക്ക് പിടിക്കില്ല. അപ്പം അധികം ഞാൻ നീട്ടുന്നില്ല. നിങ്ങളുടെ മകനായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി. നിങ്ങളുടെ അച്ഛനായി മാറി, നിങ്ങളുടെ മകനായി മാറി, നിങ്ങളുടെ ബ്രദറായിട്ട് മാറിയിട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിന് ശേഷം ഈ 5 വർഷം ഇവിടെ തന്നെ നിന്നു, വിട്ടെറിഞ്ഞു പോയില്ല.
ഇവിടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിന്നു. കാരണം ഹി ഹാഡ് ദാറ്റ് ലൈക്കിംഗ് ടുവേർഡ്സ് യു ഓൾ ആൻഡ് ഹി സ്റ്റാർട്ടഡ് ലൈക്കിംഗ്. എനിക്ക് തോന്നുന്നു അധികപക്ഷം ഇവിടെ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ ഏതായാലും വോട്ടർ കാർഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് പോകുന്നില്ല എനിക്ക് തോന്നുന്നില്ല. ഹി ഷുഡ് ബി റിമെയിൻ ഹിയർ. യു ഓൾ ഷുഡ് ഹോൾഡ് ഹിം ഹിയർ. നല്ല മനുഷ്യന്മാരെ കിട്ടാൻ വലിയ വിഷമമാണ്. അതുകൊണ്ട് ഇങ്ങനൊന്നിനെ കിട്ടിയത് നമ്മൾ കളയരുത്. സോ നേരത്തെ ആരോട് പറഞ്ഞു, നിങ്ങൾ ഈ 70 ആള് അല്ലെങ്കിൽ 700 ആൾക്കാര് 10 പേരെ വെച്ച് കഴിഞ്ഞാലും 7000 അല്ലെങ്കിൽ 100 പേരെ എന്ന് പറയുമ്പോൾ 70,000. വാട്ട് ഐ സേ, നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ അറിയാം നമ്മളിപ്പോ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ദിവസം വോട്ടിന്റെ അന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വോട്ടുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഉറത്തിക്കൊണ്ട് 4 മണിയാകുമ്പോഴത്തേക്കും അവർ ബൂത്തിൽ കൊണ്ടുവരണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഞാൻ വോട്ട് ചെയ്തിട്ട് എവിടെ ജയിക്കാന്ന്, ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ജയിക്കാൻ തോൽക്കാൻ തുടങ്ങി. നോ, യു ആർ ദാറ്റ് വൺ വോട്ട്. ഇന്ന് ഞാൻ ആലപ്പുഴയിൽ ഒരു കംപ്ലീറ്റ് കമ്പ്യൂട്ടർ അനലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനും വാർഡ് ഇതിലെല്ലാം തോറ്റിരിക്കുന്ന 5 വോട്ടിനും 4 വോട്ടിനും 1 വോട്ടിനും ഒക്കെ തോറ്റിട്ടുണ്ട്. ആ 1 വോട്ടാണ് നിങ്ങളിരിക്കുന്നത്. ആ 1 വോട്ട് ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഗോ ടു ദ ബൂത്ത് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ ഗോ ടു Delhi and hold Modiji's hand to strengthen his hand for you all, not for him. ഇതാണ് എനിക്ക് ആവശ്യം. ഇതിലെ കൂടുതൽ എനിക്ക് പിന്നെ വേറൊരു പ്രോമിസും കൂടെ ഞാൻ പറയാം. ഞാനും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഞാൻ ഈ സുരേഷ് എന്ന് വിളിക്കുമ്പോൾ എന്റെ അനിയനാണ്, വയസ്സിനും കുറവാണ്, കണ്ടാൽ ഞാൻ യങ്ങാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് സുരേഷിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മോനെ, ഇവനൊന്ന് സെലക്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്നോട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രോമിസ് ചെയ്യുന്നു, എനി പ്രോബ്ലംസ് ആസ് ലോങ് ആസ് ഐ ആം അലൈവ് ഐ വിൽ പുട്ട് ഇറ്റ് അപ് ടു ഹിം ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ ഡു ഇറ്റ് ഫോർ അസ്. അത് എനിക്ക് പറയേണ്ട ആവശ്യം വരില്ല, അല്ലാതെ തന്നെ സുരേഷ് ചെയ്തിരിക്കും. അതുകൊണ്ട് I request you all, don't sleep on that 26th of this month, April. ആ ദിവസം നമ്മൾ ഓരോരുത്തരും ഒരു ബൂത്ത് മെമ്പറെ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉറങ്ങുന്ന വോട്ടുകളെ വിളിച്ചെഴുന്നിട്ടുകൊണ്ട് ബൂത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ he will win with a big huge margin. That is what I want for you all, not for him. Thank you so much. ഇത്ര എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കട്ടെ, യെസ്, ആദ്യത്തെ എം പി ആയിട്ട് സെലക്ടഡ് എം പി ആയി എലക്ടഡ് എം പി ആയി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി മോദിജിക്ക് കൊടുത്താൽ യെസ്, ഐ വിൽ ബി പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് എ ബിഗ് ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഹി സ്പോക്ക് വിത്ത് സോ മച്ച് ഓഫ് ഫെർവർ. അതിൽ മെയിൻ ടേക്ക് അവേ തന്നെയാണ്, ഈച്ച് വൺ ഓഫ് us can make a difference. Remember to vote. Thank you sir. And here is someone who has been making remarkable difference with his music. ഒരേ കടൽ എന്ന ചിത്രത്തിന് വേണ്ടി ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. തൃശ്ശൂരിന്റെ ഒരു സ്വത്താണ് അദ്ദേഹം. മ്യൂസീഷ്യൻ അല്ല, മജീഷ്യൻ ആണ് എന്ന് വേണം പറയാൻ. ശ്രീ ഔസേപ്പ് ബച്ചൻ, സ്വാഗതം സർ. എല്ലാ നല്ല മനുഷ്യർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു വേദിയും സമയവുമാണിത്. മറ്റൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് 85 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് 39 ഇയേഴ്സ് ഉള്ള പരിചയമാണ് എനിക്ക്. നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ എനിക്ക് സുരേഷിനെ അറിയാം. അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് ഇവിടെ എൻ്റെ ഉണ്ണികളെ കഥ പറയാം എന്ന് പറഞ്ഞ പടം റിലീസ് കഴിഞ്ഞ് മറ്റൊരു പടത്തിന്റെ പ്രീവ്യൂവിന് വേണ്ടി ജോഷി സാറ് സംവിധാനം ചെയ്തതാണെന്ന് തോന്നുന്നു. അതിൽ സുരേഷുണ്ട്, മോഹൻലാലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രീവ്യൂവിന് വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ സുരേഷിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എനിക്ക്. സുരേഷ് അതിന് മുമ്പ് എൻ്റെ പടത്തിൽ ജനുവരി ഓർമ്മയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് അന്ന് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് പേരെ കണ്ട്, ആരും അങ്ങനെ അധികം എടുത്ത് പറയാറൊന്നുമില്ല, പക്ഷെ സുരേഷ് എൻ്റെ അടുത്ത് അതിലെ പാട്ടിനെ കുറിച്ച് വളരെയധികം പ്രശംസിച്ചുകൊണ്ട്, അപ്പം ഞാൻ
വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ഒരാൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു പാട്ടിനെ കുറിച്ച് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് വളരെ നല്ലത് പറയുന്ന സാധാരണ ഒരാളല്ല, ഒരു വലിയ നടനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത് പറയുന്നത്. അതിന്ന് എൻ്റെ മനസ്സിലുണ്ട്, നന്ദിയോടെ സ്മരിക്കുകയാണത്. സുരേഷിന് അത് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേദി സവേര ഹോട്ടൽ സവേര, യെസ്, അത് അങ്ങനെ. പിന്നെ സുരേഷിനെ കുറിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. അതിപ്പോ ഞാൻ പറഞ്ഞ് ഒരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനിപ്പോ ഒരു പടം ചെയ്ത്, മച്ചാന്റെ മാലാഖ എന്ന് പറഞ്ഞ പടം, അതില് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പുതിയ ആശയം ഉള്ള ഒരു പാട്ട് അതിൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു. കൊച്ചു പാട്ട്, 2.25 മിനിറ്റ്. അത് പാടാൻ പോകുന്നത് സുരേഷാണ്. പിന്നെ സുരേഷിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ മേജർ രവിയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞതൊന്നും പറയാൻ അറിഞ്ഞൂടാ കേട്ടോ. ഉള്ള കാര്യം, എനിക്ക് സംഗീതമാണ് എന്റെ രാഷ്ട്രീയം. ഞാൻ 45 കൊല്ലമായിട്ട് ചെന്നൈയില്, പറയാൻ പാടില്ല, ഞാൻ പറയുന്നില്ല, എനിക്ക് വോട്ട് ചെയ്യാൻ പോലും സാധ്യതകൾ ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ ചെന്നൈയിലായിരുന്നു, വോട്ടിന്റെ സമയത്ത് ഇവിടെയല്ല ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ അവര് നമ്മളോട് നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യുമ്പോൾ അവർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പതിയെ ഒരുപാട് ശ്രമിച്ചിട്ടാണ്. എപ്പോഴും കുറെ പേരെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്റെ ലോകം അത് സംഗീതത്തിലാണ്. അത് തന്നെ എനിക്ക് അത്യാവശ്യം അതിൽ നീതി തകർക്കാനുണ്ട്. പക്ഷേ ഇവിടെ സുരേഷിനെ കുറിച്ച് എനിക്ക് ഒരൊറ്റ കാര്യം നിങ്ങളുടെ അടുത്ത് പറയണ്ടോ. അതെന്താന്ന് വെച്ചാ, സുരേഷ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാവർക്കും അറിയാം, ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ചെയ്തതല്ല. ഇനിയും കുറെ നല്ല കാര്യങ്ങൾ വലുതായി ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. പുള്ളിയുടെ പേഴ്സണൽ വ്യക്തിത്വം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ. അന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എത്ര വർഷം മുമ്പാണ്. അന്നൊന്നും രാഷ്ട്രീയത്തിന്റെ ഒരു ചിന്ത പോലും സുരേഷിന് ഉണ്ടായിട്ടില്ല. കാരണം പുതിയ പുതിയ പടങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച് തകർക്കണമെന്നുള്ള ആവേശത്തിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സാധാരണക്കാരൻ, പാവപ്പെട്ടവർ, ആരായാലും അത് പൊതുജനം അറിയുന്നു. അത് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. അതെങ്ങനെ അറിയുന്നു? അത് മറ്റുള്ളവർ പറഞ്ഞാൽ അറിയും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിവ് വരുമ്പോൾ അത് ഉടനെ അപ്പൊ നമ്മൾ പലരും അതിനെക്കുറിച്ച് ചെറിയൊരു പരാമർശം ഉണ്ടാവും, പേരെടുക്കാൻ വേണ്ടി. ഒന്നുമല്ല. ഇനി ഇത് മറ്റുള്ളവർ അറിയുന്നതിന്റെ ഒരു ഗുണം നിങ്ങൾക്കറിയോ? പലരും അങ്ങനെ നല്ലത് ചെയ്യുന്നവരുണ്ട് ഈ ഭൂമിയിൽ. അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സുരേഷിന്റെ. അപ്പൊ സുരേഷ് എന്തുകൊണ്ടും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല സുരേഷ്. എനിക്ക് തോന്നുന്നത് സുരേഷിന്റെ ജന്മം കൊണ്ടിരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് സുരേഷ് ഇതുവരയ്ക്കും വളർന്നിട്ടുള്ളത്. ഇനി എങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മാറത്തില്ല. കാരണം അത് എന്താണ്, ചെറുപ്പത്തിലുള്ള ശീലം, മനുഷ്യനുള്ള കാലം മാറാതെന്ന് പറയുമല്ലോ, അത് സുരേഷിനുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സുരേഷിന് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. സുരേഷിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും. താങ്ക് യു സർ. മറ്റൊരു അവാർഡ് വിന്നിംഗ് ഡയറക്ടറും കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. വളരെ സീസൺഡ് ആയിട്ടുള്ള ഔസേപ്പച്ചൻ സാർ സംസാരിച്ചു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള മേപ്പടിയാൻ എന്ന ഒറ്റ ചിത്രത്തോടു കൂടി നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ വിഷ്ണു മോഹനും കൂടെ സംസാരിക്കാനുണ്ട്. ശ്രീ വിഷ്ണു മോഹനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ, മേജർ സാർ, ഔസേപ്പച്ചൻ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ പ്രൗഢഗംഭീരമായ തൃശ്ശൂരിലെ ഈ സദസ്സിന് മുന്നിൽ സുരേഷ് ഏട്ടന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഇവിടെ എത്താനും സംസാരിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷവും എന്നെ ഇവിടെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദിയും ആദ്യം അറിയിക്കുന്നു. വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മേജർ സാർ സംസാരിച്ചാലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്റെ
ഒബ്സർവേഷനോടുള്ള ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരാളോട് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മള് സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളോട് നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാൻ സാധ്യതയുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അഴിമതിയില്ലാത്ത വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നാടിന്റെ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൊതുവായി പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. പത്രത്തിൽ ഈ 2024 നടക്കുന്ന ഈ ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ ഇപ്പം നമ്മൾ രാജ്യത്തിന്റെ ഒരു രാജ്യം ആര് ഭരിക്കണം അല്ലെങ്കിൽ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആരാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിധിയെഴുത്താണ് ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഈ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഇലക്ഷനിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ ഗവൺമെന്റും ഇപ്പം നിൽക്കുന്ന ഒപ്പോസിഷൻ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ഇലക്ഷനെ നേരിടുമ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. കാരണം നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJP സർക്കാർ ഇപ്പോൾ തുടർന്നുള്ള ഭരണത്തിന് 400 സീറ്റ് പിടിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് പ്രതിപക്ഷം നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആര് ഭരിക്കുമെന്നുള്ളതിന് ആർക്കും സംശയമില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ നാടിന്റെ വികസനത്തിനും നന്മയ്ക്കുമാണെങ്കിൽ ആരെയാണ് തെരഞ്ഞെടുക്കുക എന്നുള്ളതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. തൃശ്ശൂരിലെ ആളുകൾ വോട്ടർമാർ ഈ വട്ടം വോട്ട് ചെയ്യുന്നത് തൃശ്ശൂരുകാർക്ക് വേണ്ടിയല്ല, കേരളത്തിന് വേണ്ടിയാണ്. കാരണം ഇന്ന് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ചേട്ടൻ ജയിച്ചാൽ എനിക്ക് തോന്നുന്നു 543 MP-മാർ തെരഞ്ഞെടുത്ത് വരുന്ന അല്ലെങ്കിൽ ഈ NDA ഗവൺമെന്റിന്റെ ഭാഗമായി വന്നാൽ പോലും അതിനകത്ത് ഒരു മന്ത്രിയാവുമെന്ന് ഉറപ്പുള്ള വേറെ ആരും കാണില്ല. അത്രയും ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. അതുപോലെ തന്നെ അത്രയും നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രിയപ്പെട്ട ഒരാളും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നാടിന്റെ നന്മയും വികസനവും ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വോട്ട് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ സുരേഷ് ചേട്ടന് കൊടുത്ത് വിജയിപ്പിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്കിത് പറയാനുള്ളത്. രണ്ടാമത് നമ്മള് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ശ്രീ മോഡിജി ഭരിക്കുമ്പോൾ നമ്മള് മൊത്തം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അദ്ദേഹം തുടർച്ചയായി ഗുജറാത്ത് മുഖ്യമന്ത്രി മുതൽ ഈ നാട്ടിലെ 3ാമത്തെ ടൈം പ്രധാനമന്ത്രിയാവാൻ പോകുമ്പോൾ നാട്ടിലെ മൊത്തം ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഡെവലപ്മെന്റോ മറ്റു കാര്യങ്ങളെല്ലാം ഭിന്നതയാണ്. ഒറ്റ കാര്യമായിരിക്കും ഏറ്റവും എല്ലാവർക്കും ഉള്ളിലുള്ളത്. മോഡിജി കക്കില്ല, കക്കാൻ സമ്മതിക്കില്ല. അതേപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊരാളെ ഒരു രാഷ്ട്രീയക്കാരനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം ഏത് തരത്തിലായാലും നമുക്ക് കണ്ണടച്ച് ഇവിടുത്തെ അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും പറയാൻ നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരാളാണ് കക്കില്ല, കക്കാൻ സമ്മതിക്കില്ല. അതാണ് സുരേഷ് ചേട്ടന് നമുക്ക് ഉള്ള ഉറപ്പ്. അപ്പൊ അത്തരത്തിലൊരാളെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാനും ഈ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ സാധിക്കണം. ഞാൻ എന്റെ ഒരു അനുഭവം കൂടെ പറയുകയാണ് ഈ കൂട്ടത്തിൽ. കാരണം ഒരുപാട് ആളുകൾ എതിർ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഒക്കെ സുരേഷ് ചേട്ടനെ എതിർക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പേഴ്സണലായിട്ട് പല ആളുകളോടും സംസാരിച്ചു കഴിഞ്ഞാൽ, മറ്റ് പബ്ലിക് ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ 10ൽ 9 പേരും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നവർ തന്നെയാണ്. ഒന്നുകിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ കമ്മ്യൂണൽ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവര് എതിർത്ത് പറയുക. അല്ലാതെ എല്ലാവരും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. കുറച്ചു കാലം മുമ്പ് എന്റെ നാട്ടിൽ നിന്നൊരാള് സുരേഷ് ചേട്ടൻ MP ആയിരുന്ന സമയത്ത് എന്നെ ഒരു പ്രാദേശിക ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ ഒന്ന് കണക്ട് ചെയ്യാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഒരു വിദേശത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായ ഒരാളുടെ കാര്യം, നാട്ടിലുള്ള ഒരാളുടെ കാര്യം ഇത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ MP ഇല്ലേ, നിങ്ങളുടെ MP-യോട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞപ്പം അതേ പറഞ്ഞു, അതേ വിഷ്ണു നടക്കാനാ പറയുന്നത്, നിങ്ങള്
സുരേഷ് ഗോപി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്ക്. നമുക്കതൊന്ന് അപ്പം എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഒരു കാര്യമോട് അദ്ദേഹം പറഞ്ഞു, MP-യോട് കണ്ടിരുന്നു, MP-യോട് സംസാരിച്ചപ്പോൾ MP പറഞ്ഞത് അടുത്ത പാർലമെന്റ് സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ നോക്കാമെന്ന് എഴുതി തരാൻ. അപ്പം അത്രയും കാലം കാത്തിരിക്കാൻ അല്ലെങ്കിൽ അതൊരു പ്രായോഗികമായ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെ ഒരു കാര്യം നടക്കും, ആര് വിചാരിച്ചാൽ നടക്കുമെന്ന് കേരളത്തിലെ ഒരു സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ എതിർക്കുന്ന ഒരാൾ പോലും അത് സുരേഷ് ഗോപി വിചാരിച്ചാൽ നടക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ നാട്ടിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ഇപ്പൊ പറയാം, നമ്മള് ഒരു MP ആയി തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി നല്ല രീതിയിൽ ഇവിടെ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ളപരി ഞാൻ കാണുന്നത് ഭാവിയില് കേരളത്തിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലാണ് അദ്ദേഹം. അത്തരത്തിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ സുരേഷ് ഏട്ടനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ ഏതെങ്കിലും തരത്തിൽ അതിനുവേണ്ടിയിട്ടാണ് ഇത്ര സമയം നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അതിനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് സ്വാധീനിക്കാൻ വ്യക്തിപരമായി കഴിയുന്ന ആളുകളോട് പറഞ്ഞ് ഈ ഒരു പ്രാവശ്യം നിങ്ങൾ രാഷ്ട്രീയവും മതവും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വാസമുള്ള ഒരാളെ അല്ലെങ്കിൽ ജയിച്ചുപോയി പ്രതിപക്ഷത്തിരിക്കാനല്ലാതെ നാടിന് നന്മയുണ്ടാകുന്ന ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാളെ ജയിപ്പിച്ചു വിടാൻ ഈ ഒരു വട്ടം ശ്രമിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളോട്, വ്യക്തിബന്ധങ്ങളുള്ള ആളുകളോട് പറഞ്ഞ് സുരേഷ് ഏട്ടനെ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നാട്ടിൽ നിന്ന് വിജയിപ്പിച്ചു വിടണം. ഈ നാടിന് വേണ്ടിയിട്ട് അദ്ദേഹം നേരത്തെ മേജർ സാർ പറഞ്ഞല്ലേ, അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമില്ല, പക്ഷെ നമുക്കാണ് ആവശ്യം. അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഈ എഫേർട്ട്, പ്രത്യേകിച്ച് ഒരു സിനിമ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാള് എന്താ പറയാ ഒരു AC റൂമുകളും ക്യാരവാനുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ലൈഫിൽ നിന്ന് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഈ ചൂടും വെയിലും കൊണ്ട് നടക്കുന്നത് ഒരു വിധത്തിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ള വസ്തുതയെങ്കിലും മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം, വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഒരു കംഫർട്ട് സോണിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. कोशिश करने वालों की कभी हार नहीं होती, लहरों से डरकर नौका पार नहीं होती. തിരമാലകളെ ഭയന്നു കഴിഞ്ഞാൽ ഒരിക്കലും കടൽ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തിരമാലകൾ എന്തുമായിക്കോട്ടെ ഒരു ഭയവും കൂടാതെ നല്ലത് ചെയ്യാൻ നല്ല സമയം നോക്കാത്ത ഒരു വ്യക്തി ശ്രീ സുരേഷ് ഗോപി. പ്രിയങ്കരനായ സുരേഷ് ഏട്ടാ, മേ ഐ ഇൻവൈറ്റ് യു ടു അഡ്രസ് ദിസ് ഓഗസ്റ്റ് ഗാദറിംഗ്. വെൽക്കം സർ. വേദിക്കും ഈ സംഗമത്തിനും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാൻ അധികം സംസാരിക്കാൻ സത്യത്തിൽ ഈ വേദിയിൽ നിന്ന് വിക്ഷേപിച്ച എനിക്ക് നേരെയുള്ള സ്നേഹ അമ്പുകൾ സത്യത്തിൽ എനിക്കൊരു ഭയങ്കര മെന്റൽ ബ്ലോക്കാണ് ഇപ്പം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് സംസാരിക്കേണ്ടത്? ഇത് ശരിക്കും ഒരു ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട വേദിയാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ ഭയങ്കര ബ്ലോക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇത് ഫ്രണ്ട്സ് ഓഫ് സുരേഷ് ഗോപി, SG കോഫി ടൈംസ്, SG ഫോർ പാർലമെന്റ് തുടങ്ങിയ എന്റെ യഥാർത്ഥ സത്യവും സ്വത്വവും മനസ്സിലാക്കിയ സ്നേഹസമ്പന്നരുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിപ്പറ്റാൻ കഴിഞ്ഞത്. അവരെയാണ് അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാൻ എനിക്ക് വലിയ മടി. ഒരു ഇലക്ഷൻ പ്രചരണ യോഗമാക്കി മാറ്റാൻ അതിലും വലിയ മടി. ഞാൻ ഒന്നും പറയുന്നില്ല.
ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം അതിന് സത്യത്തിൽ ഈ വർഷം മാർച്ച് 5-ാം തീയതി ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കണ്ട ദിവസമാണ്. ഇപ്പൊ ഏതാണ്ട് 10 വർഷം തികഞ്ഞിരിക്കുന്നു. അന്ന് ഉദ്ദേശങ്ങളിലില്ലാത്ത ഒരു ഉദ്യമം എന്റെ തലയ്ക്ക് മേലെ വന്ന് വീഴുകയായിരുന്നു. അത് 2014 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വലിയ അത്യാഹിതം എന്റെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ, ആ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ നടീനടന്മാരും അവരെല്ലാം അത് ബാധിച്ചിട്ടുണ്ട്. അവരൊന്നും എന്റെ രാഷ്ട്രീയത്തിന്റെ ഝണ്ഡാവാഹകരായിരുന്നില്ല. അതിന്റെ സംവിധായകനാണ് അതിന്റെ ഏറ്റവും വലിയ കേടും സംഭവിച്ചത്. ലോകത്തിന്റെ തന്നെ കലാരംഗത്തെ, സിനിമാ രംഗത്തെ ലോകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയുടെ ദുരന്തം കുറിക്കുന്നതിന് എന്റെ അവകാശങ്ങളിൽപ്പെട്ട സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി കാണാതെ എന്നെ കണ്ട, നേരിട്ട് പറയാതെ ഞാൻ കേട്ട എന്റെ സ്വതന്ത്ര വിചാരം, എന്റെ സ്വതന്ത്ര വിഹാരം എന്റെ മണ്ണിൽ അത് ചോദ്യം ചെയ്യപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നതാണ് സത്യത്തിൽ എന്റെ പൊളിറ്റിക്കൽ മിഷന്റെ ആരംഭം. അത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അന്ന് രാത്രിയാണ് സത്യത്തിൽ ഇലക്ഷനിൽ ജയിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ എത്തി. അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ എമിസറീസിനെ വിട്ട് എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് ചോദിച്ചപ്പോഴൊക്കെ ഐ വിൽ ബി ഫാർ അവേ ഫ്രം പൊളിറ്റിക്സ്, ഐ ഹാവ് നോ പൊളിറ്റിക്കൽ ഇന്റന്റ് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് അന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ഈ അത്യാഹിതം എന്ന് പറയുന്നത് ഒരു ദുരന്തം വിതയ്ക്കലായിട്ട് എന്റെ പടിവാതിക്കലെത്തിയപ്പോൾ എനിക്ക് അന്ന് തീരുമാനിക്കേണ്ടി വന്നു. അന്ന് CPM-ന്റെയും CPI-യുടെയും ഒക്കെ ഒരുപാട് പ്രവർത്തകർ വീട്ടിൽ വന്നിരുന്നു. ഒപ്പം BJP-യുടെ പ്രവർത്തകരും വന്നിരുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് രാത്രി 11:45 അദ്ദേഹത്തിന്റെ കോൾ വന്നപ്പോൾ യെസ്, ഐ എം ഡിസൈഡഡ്, ഐ എം ജോയിനിങ് യുവർ ഫ്രീ. അപ്പൊ ഈ ഓഗസ്റ്റ് 2, 2014 എന്ന് പറയുന്ന എന്റെ ജീവിതത്തില് ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു മിഷനിലേക്ക് കടക്കുന്നതിന്റെ വാർഷികം കൂടി കുറിക്കുന്ന ദിനമാണ്. അത് ഈ വർഷം ഓഗസ്റ്റ് 2-ാം തീയതി 10 വർഷം തികയും. അത് എന്റെ പ്രാർത്ഥന. ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഒരു പൊള്ളയുമില്ലാതെ, ഒരു ചതിക്കുഴിയും എന്റെ പ്ലാനിലില്ല, ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയവും എന്റെ പ്ലാനിലില്ല. ഞാൻ ചെന്നുപെട്ടിരിക്കുന്ന ഒരു സംഘത്തിലും ആ വെറുപ്പിന്റെ പ്ലാൻ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പുറം പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ നാടിന് വിറ്റ് തിന്ന് തൊലപ്പിക്കണം എന്നാഗ്രഹിച്ച് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിട്ടും വന്ന വിഘടനവാദികൾ, അവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഉത്തമ ഇന്ത്യൻ പൗരന്റെ ബോധ്യം വേണ്ടത്. അതിനുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു നിഷ്ക്രിയ വിഘടന രാഷ്ട്രീയ പാരമ്പര്യം തൊലയ്ക്കപ്പെടണം എന്ന് പറയുന്ന വൈരാഗ്യ ബുദ്ധിയോടെയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ്. അതിന് മതിയായ കാരണങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാം മൺമറഞ്ഞു പോയ ആൾക്കാരായതുകൊണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെയൊക്കെ രാഷ്ട്രീയ ആവശ്യം മാത്രമായിരുന്നു അത്. അവരുടെയൊക്കെ ഈ നാടിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തെ ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം എന്നെ ഹനിച്ചതാണ്. അതിന് ഞാൻ തിരിച്ചടി നൽകി തുടങ്ങി. അതിനെയും ശക്തമായി ആ തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കും. അത് പക്ഷേ ആ തിരിച്ചടി ജനങ്ങൾക്കുള്ള തലോടലാകും എന്നുകൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ആ തിരിച്ചടിക്ക് ഞാൻ ഒരുങ്ങുകയുള്ളൂ. ഞാൻ എന്റെ ഹൃദയം തുറന്നുവെന്ന് മാത്രം. ആ
കൂട്ടത്തിലെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇവിടെ എന്റെ പിന്നിൽ തന്നെ ഇരിപ്പുണ്ട്, മാധവ് രാംദാസ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ കൃതിയാണ്, ഒരു വെള്ളിത്തിരയിലെ ഒരു ഉത്തമമായ ഒരു ചലച്ചിത്ര കാവ്യമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. ആ വേദന എനിക്ക് ഒരു കാലത്തും പോയില്ല. അപ്പോ വളരെ സത്യസന്ധമായിട്ട് ഒരു ഡെവലിഷ് പ്ലാൻസും ഇല്ലാതെ ഈ സേവന രംഗത്ത് ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് നേരെ വരുന്ന ഇപ്പോഴും ഒരു ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടില്ലാത്ത ആക്രമണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ എന്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ എന്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്. അവൾ എനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ്. ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എന്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ എന്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രയേ കരുതിയിട്ടുള്ളൂ. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എത്രയും അധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം, അത് വിളംബരമാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനം എന്നെ മോഡലായി വെച്ചിട്ടുള്ള മക്കൾ അവരെ ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യന്റെയും അച്ഛനെയും അമ്മയും അതേ സ്നേഹവായ്പോട് പരിലാളിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എന്റെ മതവും പിന്നെ എന്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എന്റെ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ ലവ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല. അത് ചോദ്യം ചെയ്യുന്നവർ, ബാക്കി ഞാൻ പറയുന്നില്ല, അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും. 77 മുതൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്ത് വളരെ പേരുകേട്ട അബ്ദുൽ ഖാദർ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം, അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ മാമന്റെ മക്കള് എന്നെക്കാൾ മൂത്തതാണെങ്കിലും അവരെന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതിലെ മൂത്ത മകൻ നജുമുദ്ദീൻ എന്റെ ഗോഡ് ഫാദറുമാണ്. എന്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്നെ എന്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്കേ ഞാൻ പോകൂ എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ എന്നെ ഇട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി കൊണ്ടുപോകുന്നത് ഈ നജുമുദ്ദീനാണ്. 76 മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ്. കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി. SFIയുടെ ഒരു മെമ്പറുമായിരുന്നു. അപ്പൊ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എന്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടത് എന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മക്കളുടെ വലയത്തിലാണ്. അപ്പൊ ഏതാണ്ട് 77-78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അതെന്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്, എന്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ ഈമ്പി വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല, പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല.
രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുമോ? അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മാതാവിന് കൊടുത്ത കിരീടം എന്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത്. നമ്മൾ നേർച്ച നേരുന്ന അങ്ങനെയാണല്ലേ. താമര മൊട്ട് വെച്ച് തുലാഭാരം നടത്തുന്നവരുണ്ട്. തങ്കം വെച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത്? ഞാൻ ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്നുള്ള പണമെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ MP ഫണ്ടിൽ നിന്ന് എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരു നയാ പൈസ പിരിവ് നേടിയല്ല ഞാനത് ചെയ്തിരിക്കുന്നത്. വളരെ വിചിത്രമാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു കിരീടം കണ്ടു. അച്ഛൻ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തു തരട്ടെ, അതിങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടികൊത്ത ഭാഷയിൽ കൃത്യമായി, അതെന്റെ സ്വഭാവം തന്നെയാണ്, ഞാൻ അങ്ങനെ പറയും, 2-3 പ്രാവശ്യം പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു. എങ്കിലും അളവെടുക്കാൻ ആശാരി ചെന്നപ്പോ അനുവദിച്ചില്ല. അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതിനേക്കാൾ മെനയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്റെ നേർച്ചയായിരുന്നു. അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത്? രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ? രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ? അതും എന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ? ആ രാഷ്ട്രീയം തന്നല്ലേ ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് 2004 മുതൽ 10 വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റ് പോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് സ്പേസോ വിടാതെ ഒരു ഭരണ നൈപുണ്യം ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ തിലകച്ചാർ തണിയിക്കുമാറ് ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത്. ആ രാഷ്ട്രീയത്തെയല്ല ഞാൻ പിന്തുണയ്ക്കുന്നത്. പിന്നെന്തിനാ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം? അത് ജനപക്ഷ രാഷ്ട്രീയമല്ലേ? എനിക്കറിയില്ല എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരാളുടെ സ്കാനിങ് വളരെ പേഴ്സണലൈസ് ചെയ്ത് ഒരാളുടെ ഫിസിക്കൽ സ്കാനിങ് നടത്തുമോ? അതിനാണോ ഒരു ഇലക്ഷൻ? അതിനാണോ ഇന്ത്യൻ ജനാധിപത്യം ഒരു വേദി ഒരുക്കുന്നത്? ഞാൻ കണ്ടെത്തിയ ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മാർച്ച് 4-ാം തീയതി പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ വിളംബരം നടത്തിയത്. എനിക്കൊരു ആരോപണങ്ങളും ഉന്നയിക്കാനില്ല. ഞാൻ ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രചരണ യോഗങ്ങളിലായിരിക്കും പങ്കെടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് ഡെവലപ്മെന്റ് പ്രപ്പോസലാണ് എതിർ കക്ഷികൾ നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനമായിട്ടല്ല അവരുടെ സ്വപ്നമായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? സമാധാനം നിലനിർത്തുമെന്നാ പറഞ്ഞ. എവിടെയാണ് സമാധാനം ഇല്ലാത്തത്? ഞാൻ ആ 56 നെഞ്ചുവിരിവിന്റെ ഊറ്റം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളാണ് ഇവിടെ അസമാധാനം സൃഷ്ടിക്കുന്നത്. സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ, അഭിമന്യുവിന്റെ കാര്യത്തിൽ, വാളയാർ പെൺകുട്ടികളുടെ കാര്യത്തിൽ, ജോത്സ്ന സിബിയുടെ കാര്യത്തിൽ എത്ര 100 കണക്കിന് നാരികളുടെ കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ FIR പോലും കേസ് പോലും റെക്കോർഡ് ചെയ്യാതെ. എന്ത് അധമ രാഷ്ട്രീയമാണത്? 33% വേണ്ടി പോരാടുകയാണ് വമ്പന്മാർ. ആ സ്ത്രീ നിങ്ങളുടെ കരുതലിൽ എവിടെയാണുള്ളത്?
ഇവിടെ ശ്രീ മേജർ രവി സൂചിപ്പിച്ചു, വ്യക്തമായ തെളിവുകളോടെ ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് കാരണം തേടി ഹൈക്കോടതി. വൈ ഹാവ് യു നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ? അടുത്ത നിമിഷം അവർ അറസ്റ്റ് ചെയ്യും. അതിന് നിങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ചിന്തകള് വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു എലമെന്റായിട്ട് എല്ലാ കക്ഷികളും എതിർകക്ഷികളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അവരെല്ലാം ഈ നാട് കട്ടുമുടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നവർ മാത്രം. അവരുടെ ഉദ്ദേശം വ്യക്തമായി കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് ഇത്രയും അഭ്യർത്ഥിക്കാനുണ്ട്. എന്തൊക്കെ ഉപരിതലമായ വിഷയങ്ങൾ കൊണ്ടുവന്നാലും നമുക്കിതെല്ലാം കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഓരോ മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട്. അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. 7.5% പലിശയ്ക്ക് പാവങ്ങൾക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം തൊലപ്പിച്ചത് ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ആ ആളെ തോൽപ്പിച്ചിരിക്കണം. ചെയ്യുന്നു. 32% വരെ വസൂലാക്കുന്ന ചില സംവിധാനങ്ങൾക്ക് ഒരു ഡീല് സെറ്റ് ചെയ്ത് നടപ്പിലാക്കി കൊടുത്ത തസ്കറിനെ നിങ്ങൾ തോൽപ്പിക്കുമോ? നൂറുകണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങളിലാണ് അധമ വാഴ്ച നടന്നിട്ടുള്ളത്. അദാനിയുടെയും അംബാനിയുടെയും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പണമൊന്നുമല്ല, പാവങ്ങളുടെയാണ്. ചോര നീരാക്കിയതല്ല, ചോരയായിട്ട് സമാഹരിച്ചു വെച്ചിരിക്കുന്ന പണമാണ്. കൊച്ചുമക്കളുടെ വിവാഹത്തിന് വരെ കൊടുക്കാൻ സ്വപ്നം കാണുന്ന ഒരു വിഭാഗം അധസ്ഥിതരുടെ പണമാണ്. ആ വർഗത്തെ നിങ്ങൾ ഉന്മൂലനം ചെയ്യുമോ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന്? അതാണ് നിങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠമായിട്ട് അവരെ പഠിപ്പിക്കേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്ന എല്ലാവരുടെയും അവകാശ സ്ഥാപനങ്ങൾ ഇത് ഞങ്ങളുടെ തന്തയുടെ വകയാണെന്ന് പറഞ്ഞ് കയറുന്ന ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട്. അവരെ നിങ്ങൾ വാഴിക്കുന്നു. അവരെ നിങ്ങൾ എന്തിനു വാഴിക്കണം? എന്തായാലും ഈ 2 കാറ്റഗറിയിലും എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു തന്ന ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് തിരുത്തെടുത്തുണ്ടാവണം ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളെയും കൂടെ അതിന്റെ ഭാഗമാക്കണം. ഞങ്ങൾ അവർക്കുള്ള തിരുത്തൽ ശക്തിയായി മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഉറപ്പുള്ള വാഗ്ദാനമാണ്. ഇത്രയും കാലത്തെ കേരളത്തിന്റെ ഭരണ ചരിത്രത്തില് വീഴ്ചല്ല, കേടുപാടുകൾ, അത് അവരുടെ കേടുപാടുകളാക്കും. ജനപക്ഷത്തായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഉറപ്പു തരുന്നുള്ളൂ. ഹൃദയപക്ഷത്തായിരിക്കും, ജനപക്ഷത്ത് തന്നെയായിരിക്കും. അവസരം തരണം. അവസരം തന്ന് പരീക്ഷിച്ച് പിന്നെ പുലഭ്യം പറഞ്ഞു, പിന്നെ അവഹേളിച്ചോളൂ. പക്ഷെ തെളിയിക്കാനുള്ള അവസരമാണ് നിങ്ങൾ തരുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒരു 5 വർഷവും ഞാൻ നിങ്ങളെയും വിടില്ല, നിങ്ങൾ എന്നെയും വിടില്ല, എന്റെ പ്രസ്ഥാനത്തെയും വിടില്ല. അതാണ് ബൃഹത്തായ ഉറപ്പ്. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണം? ഞാൻ ഇപ്പോഴും വോട്ട് ചോദിച്ചിട്ടില്ല. വോട്ട് തരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ പരിചയക്കാരെയും, നിങ്ങളൊരു പാസർ ബൈ ആയിട്ട് പോകുന്ന ആളിന് സംശയം തോന്നിയാൽ ഇത്തവണ SGക്ക് വോട്ട് ചെയ്യണേ എന്ന് പോലും നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അത് താങ്ക് യു ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട്. കാരണം ഞാനിതൊരു എപൊളിറ്റിക്കൽ സംഗമമായിട്ടാണ് ഞാൻ കാണുന്നത്, രാഷ്ട്രീയം തീരെ ഇല്ലാത്ത. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഹൃദയത്തിനേറ്റ വേദന. എന്റെ കുടുംബത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ഹൃദയവേദന ഞാനിവിടെ പങ്കുവച്ചതാണ്. ഇത്തവണ എന്റെ ഭാര്യയും മക്കളും ഇലക്ഷൻ പ്രചരണത്തിന് വരില്ല. എന്റെ സിനിമാ രംഗത്ത് ഞാൻ എല്ലാവരോടും, ശരത് കുമാർ സാറ് പോലും അദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങാനുണ്ട്, വരരുത് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ ഒരു ധ്വനി മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി മാറട്ടെ കേരളം.
എന്റെ മകൻ ഗോകുലിന് മാനസികമായ വിഷമങ്ങൾ വരെ ഉണ്ടായി. 2019 ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ഗോകുൽ അല്ല ഇപ്പൊ എന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസികമായി ഇപ്പോഴും അവൻ ഒരുപാട് വ്യഥ അനുഭവിക്കുന്നുണ്ട്. ഈ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളിലുമൊക്കെ. കാരണം ഞാൻ എങ്ങനെയാണ് ആ വ്യക്തികളെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നതും കരുതുന്നതെന്നും അവന് നന്നായിട്ടറിയാം. അവന്റെ ബോധ്യം അവനോട് പിന്നെയും പിന്നെയും പറഞ്ഞ് അവനെ വിലക്കുന്നു. യുവർ ഡാഡ് ഇസ് ഗെറ്റിംഗ് പെയ്ഡ് വിത്ത് എ ഡബിളിഷ് കോയിൻ. അത് അവൻ തന്നെ ഉപയോഗിച്ച വാക്കാണ്. യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് വേൾഡ്, കം ബാക്ക് ഹോം എന്ന് പറയുന്ന മകനായി. മോദിയുടെ ഭ്രാന്തൻ ആരാധകനാണ്. അവൻ ഡേറ്റ മാത്രമാണ് നോക്കുന്നത്. നോട്ട് അറ്റ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഓർ പൊളിറ്റിക്സ്. നോ, എന്റെയും അതെ. ഹീസ് എ സോഷ്യലിസ്റ്റ് അറ്റ് ഹാർട്ട്. പക്ഷെ ആ സോഷ്യലിസ്റ്റിന്റെ ഹൃദയം വെച്ചുകൊണ്ട് അവൻ നരേന്ദ്രമോദിയിൽ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈചിത്ര്യമെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. പക്ഷെ അതാണ് ഈ രാജ്യത്തിന് ആവശ്യം. നല്ല മനുഷ്യൻ ആയതുകൊണ്ടും കാര്യമില്ല. നല്ല മനുഷ്യനാവുന്നത് നിങ്ങൾക്ക് മാത്രം നല്ലതാണ്. മറ്റുള്ളവരിലേക്ക് ആ നല്ലത് എത്ര ഘനത്തിലെത്തുന്നു അത് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു എന്റെ പ്രസംഗം ഒരുപാട് നീണ്ടു പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? 2014 മാർച്ച് 5-ാം തീയതി ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ 27 മിനിറ്റാണ് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനിലിരുന്നിട്ടാണ്. എന്റെ കൂടെ അന്ന് കൊച്ചിയിലെ BJPയുടെ രാജഗോപാൽ, മുത്തു എന്ന് വിളിക്കുന്ന രാജഗോപാൽ, ഇരിഞ്ഞാലക്കുടക്കാരൻ ഡോക്ടർ ജയചന്ദ്രൻ, പിന്നെ കൈലാസ്നാഥൻ സാർ, അദ്ദേഹത്തിന്റെ PS, ഇവരൊക്കെ ഉണ്ട്. വേറെ 2-3 പേരുണ്ട്, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരിങ്ങനെ റാൻഡം ക്ലിക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഷോർട്സും എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് 2014 മാർച്ച് 5-ാം തീയതി UPയിലെ പല ഗ്രാമങ്ങളിലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു. 7 ദിവസം അനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ വിഷമത, ആ 7 ദിവസത്തിന്റെ ആഘാതം കൂടിയ ആൾക്കാർക്കുള്ള അധിക വേദന, അത് തരണം ചെയ്ത് ആ 7 ദിവസം ഒന്ന് തരണം ചെയ്ത് വരുന്നതിന് അവരനുഭവിക്കേണ്ടി വരുന്ന യാതന. അവര് ട്യൂബ് ലൈറ്റുകളെല്ലാം പ്രാകുന്ന സമയമാണത്. രാത്രി 10 മണിക്ക് ശേഷം എല്ലാ ലൈറ്റും അണഞ്ഞതിന് ശേഷമാണ് അവരൊരു പാടത്തേക്ക് ഇറങ്ങി ചെന്നിരുന്ന് അവിടെയുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ഒരു ചെളി കുഴച്ച് അതാണ് അവരുടെ പാഡായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഡേറ്റ, എത്ര 1000 സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ പ്രസന്റേഷൻ ഞാൻ വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സ്ട്രൈറ്റനിങ് ഓഫ് റെയിൽവേ ലൈൻസ് ഇൻ കേരള ആൻഡ് ഓൾസോ റീലൊക്കേഷൻ ഓഫ് സം റെയിൽവേ സ്റ്റേഷൻസ് ലൈക്ക് കൊല്ലം, തൃശൂർ, കൊച്ചിയിലെ 2 3 വെല്ലിംഗ്ടൺ അടക്കമുള്ള സ്റ്റേഷൻസ് എന്തുകൊണ്ട് സിറ്റി ആവാസ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ദൂരേക്ക് പോകണം, ഇങ്ങനെയുള്ള ഒരു 17 പോയിന്റ് പ്രോഗ്രാമാണ് ഞാൻ അവിടെ എന്റെ ഒരു ഇൻഡിവിജ്വൽ സെൽഫ് ഇരുന്ന് എന്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ അദ്ദേഹവുമായിട്ട് പങ്കുവച്ചത്. അതിൽ ഇത് ഒന്നായിരുന്നു. സത്യം പറഞ്ഞാൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ചിന്താഗതി ജനിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്നാണ്. ഒരു സോഷ്യലിസ്റ്റ് ഹാർട്ടുള്ളതിനാണ്. ഇത് തള്ളാണെന്ന് ഈ തള്ള് സംസ്ഥാനത്തിന് ഇവിടുത്തെ വിഘടനവാദികൾക്ക് പറയാനേ ഒക്കത്തില്ല. കാരണം ഇതിന് തെളിവുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടുവന്ന് ഉടനെ കേരള ശബ്ദത്തിലും നാനയില് എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തെളിവാണ്. അതില്ല എന്ന് ആർക്കും തള്ളി പറയാനൊക്കത്തില്ല. 2015 സ്വച്ഛ് ഭാരത് മിഷന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഓരോ സ്റ്റേറ്റിലും വരാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റലേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ പോങ്ങൻചോട് എന്ന് പറയുന്ന ഭൂതത്താൻ കെട്ടിൽ നിന്ന് നമ്മുടെ ഇടമലയാർ സ്പില്ലിൻ കുറച്ച് ഉള്ളോട്ട് 2 മണിക്കൂർ അകത്തോട്ട് ആനക്കാട്ടിലൂടെ പോണം. 4 വീൽ ഡ്രൈവാണ്.
ഈറ ഇങ്ങനെ വകഞ്ഞ് മാറ്റി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആനക്കൂട്ടം ഉണ്ടെങ്കിൽ ആനക്കൂട്ടം ഉണ്ടാവും, നേരിട്ടുണ്ട്. അത്രയും ദൂരത്തേക്ക് ഉമാപ്രേമൻ എന്ന് പറയുന്ന കുന്നംകുളംകാരി അവിടെ ചെന്ന് നിന്ന് ചെറിയ ട്രക്ക് ലോഡ്സ് ആയിട്ട് ബ്രിക്സും സിമെന്റും മണ്ണും എല്ലാം കൊണ്ടുപോയി 35 ടോയ്ലറ്റ് ചെയ്തതാണ് ആദ്യത്തെ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ സ്വച്ഛ് ഭാരത് ഇൻസ്റ്റലേഷൻ. അന്ന് ഞാൻ സിനിമാ നടൻ മാത്രമാണ്. 13,80,000 രൂപയാണെന്ന് അതിന് കോസ്റ്റ് ആവുന്നത്. അത്ര ആവത്തില്ല, പക്ഷെ ഈ ദൂരം കൊണ്ടു ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ഇട്ട് നിർമ്മിക്കുന്നതിന് തുല്യമായി കോസ്റ്റ്. എനിക്കത് അഭിമാനമാണ്. ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വിലയെ സംബന്ധിച്ച് ഇപ്പൊ അത് വന്നു തുടങ്ങി. ഞാൻ 2 വർഷമായിട്ട് ഈ SG കോഫി ടൈംസ് പരിപാടിയിൽ വരെ പറഞ്ഞു. അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത താഴെത്തട്ട് ജനതയോടാണ് എനിക്കത് പറയേണ്ടി വന്നത്. 4 വരി പാത എങ്ങനെ ഉണ്ടാവുന്നു? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ല, രാജീവ് ഗാന്ധി കൊണ്ടുവന്നില്ല, നരസിംഹറാവു കൊണ്ടുവന്നില്ല, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നില്ല, വാജ്പേയി കൊണ്ടുവന്നില്ല. വാജ്പേയി ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. എക്സ്പ്രസ് ഹൈവേ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വാജ്പേയിജിയുടെ, അത് കേരളം തൊടാൻ സമ്മതിച്ചില്ല. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരക്കെ ശ്രീ പിണറായി വിജയനെ തള്ളി പറയുകയല്ല, അദ്ദേഹമാണ് അതിന് തടസ്സം നിന്നത്. പക്ഷെ മതിയായ കാരണം അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷെ അത് മീറി ആ കാരണങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് 4 വരി പാത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 ലിറ്റർ ഡീസലോ പെട്രോളോ ഉപയോഗിച്ച് എത്തേണ്ട ദൂരം ഇനി 10 ലിറ്റർ കൊണ്ട് എത്തുന്ന സൗകര്യത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ പണം അവിടെ റോഡിൽ കിടപ്പുണ്ട്. കേരളത്തിൽ മാത്രമാണ് 100 കോടി 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്നതിന് ചെലവാക്കേണ്ടി വരുന്നത്. തമിഴ്നാട്ടിൽ അത് വെറും 40 ലക്ഷമാണ്. UP അത് വെറും 20 ലക്ഷമാണ്. സ്ഥലത്തിന്റെ ദൗർലഭ്യമല്ല, നമ്മുടെ നാട്ടുകാർ അത്രയും കാശ് വാങ്ങുന്നുണ്ട് സ്ഥലത്തിന്. ചോദിച്ച കാശ് കൊടുത്താണ് സ്ഥലം വാങ്ങുന്നത്. ഇല്ലെങ്കിൽ കേസും വഴക്കും വക്കാണവുമായിട്ട് ഈ പദ്ധതി 25-30 വർഷം കൊല്ലം ബൈപ്പാസ് കിടന്നതുപോലെയും ആലപ്പുഴ ബൈപ്പാസ് കിടന്നതുപോലെയും കിടക്കും. സഹോദരൻ അയ്യപ്പൻ റോഡ് തീർത്തെടുക്കാൻ അവസാനം നട്ടലുള്ള ഒരു ചീഫ് ജസ്റ്റിസ് വേണ്ടി വന്നു കേരള ഹൈക്കോടതിയിൽ. ഇനി കേസുകളും സ്റ്റേയും ബ്ലോക്കും ഒന്നുമില്ല. അതെല്ലാം റോഡ് പണി തീർന്നതിന് ശേഷം ആരും കോടതിയിലേക്ക് വരരുത്, വന്നാൽ ശിക്ഷാ നടപടി കേസ് കൊടുക്കാൻ വരുന്നവർക്ക് നേരെ എടുക്കുമെന്ന് പറഞ്ഞെടുത്ത് സഹോദരൻ അയ്യപ്പൻ റോഡ് തീർന്നു. വൈറ്റില ടു വളഞ്ഞമ്പലം വഴി ഉള്ള MG റോഡിലേക്കുള്ള ആക്സസ്. കൊല്ലം ബൈപ്പാസ് വരാൻ 7 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ 2004 മുതൽ 14 വരെ. KC വേണുഗോപാലും മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ആലപ്പുഴയിൽ സാധിച്ചില്ല. ആലപ്പുഴ ബൈപ്പാസിന് ഏതാണ്ട് 43 വയസ്സായപ്പോഴാണ് നരേന്ദ്രമോദിയാണത് കേരളത്തിന്റെ യാത്രാ സൗകര്യത്തിലേക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെയാണ് കൊല്ലത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കൃഷ്ണകുമാർ സാർ ഉണ്ടായിരുന്നു, ഇല്ലേ? BK നായർ ഉണ്ടായിരുന്നു, A. റഹീം ഉണ്ടായിരുന്നു. ഏതാണ്ട് 41-ാം വർഷമാണ് അത് യാഥാർത്ഥ്യമാവുന്നത്. ഞാൻ പറയുന്നത് പ്രാപ്തിയല്ലേ അളക്കേണ്ടത്. രാഷ്ട്രീയം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അവരുടെ അവകാശമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഘടനാരൂപത്തിൽ അനുവദനീയവുമാണ്. ഇത് ടെററിസവും അല്ല. ടെററിസം മാത്രം മുളപ്പിച്ച് കഴിച്ച് ദഹിപ്പിച്ച് ഈ നാടിനെ നശിപ്പിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അവരെയുമെല്ലാം ചങ്ങലക്കിട്ടിട്ടുണ്ട്. ഇനിയും ചങ്ങലക്കിടാൻ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അതെല്ലാം സംഭവിക്കും. എന്തിനു വേണ്ടി സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ സത്യസന്ധരായ മനസമാധാനം, അന്തരീക്ഷ സമാധാനം മാത്രം കാംക്ഷിക്കുന്ന യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെയും അവന്റെ വരും തലമുറകളുടെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ആ കടുത്ത നടപടികളിലേക്ക് പോവുക. അതിന് ഈ ഭരണ സമ്പ്രദായത്തിന് ശക്തി പകരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കും. ഒപ്പം എനിക്ക് ഒരു ശക്തമായ അവസരം, എന്താണ്, അഭിമാനകരമായ ഒരു നേട്ടം എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തരണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചു. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.
എന്തെങ്കിലും ഒരു 4-5 പേർക്ക് എടുക്കുന്ന സമയം അനുസരിച്ച് എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ, അത് ഒരു ഡെവലപ്മെന്റ് ആംഗിളിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റിന്റെ ആംഗിളിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ I would love to answer and also store it in my data. Thank you, Suresh sir. We'll have the mics handed over there. Team. Hello. Hi. സുരേഷ് സാർ മെഡിക്കലി അഡ്വൈസ്ഡ് ആണ് റെസ്റ്റ് എടുക്കാനായിട്ട്. പക്ഷെ എന്നിട്ട് ഇത്രയും നേരം ബാക്ക് പെയിൻ ഉണ്ടായിട്ടും ഹി വാസ് ഹിയർ സ്പീക്കിംഗ് ടു യു. സോ ഹലോ സുരേഷ് സർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ അങ്ങിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പേര് മുംതാസ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്. താങ്ക് യു സർ. കാരണം ഈ കഴിഞ്ഞ PM-ന്റെ മീറ്റിംഗിന് അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആ വേദിയിലെത്തിയ ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വികസന കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ മുത്തലാഖ് നിരോധനത്തിനെ കുറിച്ചൊരു വരി പറഞ്ഞിരുന്നു. പ്രശംസ അർഹിക്കേണ്ട, വളരെയധികം ആഘോഷിക്കപ്പെടേണ്ട ആ ഒരു സംഹിത ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിനും സാധിക്കാത്ത ചരിത്ര വിജയം അത് നൽകിയ അദ്ദേഹത്തിന്റെ പ്രസംഗം, അതാ ഒരു മൊമെന്റ് ഞാൻ അറിയാതെ തന്നെ കൈയടിച്ചുപോയി. ഉടനെ എന്റെ പിന്നിലിരുന്ന കുറച്ച് ചേച്ചിമാര് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞു എന്റെ പേര് മുംതാസ് എന്നാണ്. മുസ്ലിം നാമധാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യം, മോളിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് സലാം സുരേഷ് സർ തരുന്നതിലൂടെ എനിക്ക് അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടുന്നത്. നന്ദി. എനിക്ക് ചോദ്യം, ഈ കഴിഞ്ഞ ഒരു വർഷമായി തൃശൂർ സ്വദേശി എന്ന നിലയില്, ഒരു വ്യക്തി എന്ന നിലയില് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ: 1 ആരോഗ്യ രംഗം, 2 വിദ്യാഭ്യാസ രംഗം, 3 കുത്തനെ ഉയർന്ന പ്രോപ്പർട്ടി ടാക്സുകൾ പോലെയുള്ള വളരെയധികം അസഹിഷ്ണുത ഉളവാക്കുന്ന നിയമങ്ങൾ. ഇപ്പം ആരോഗ്യരംഗം നോക്കുകയാണെങ്കിൽ തൃശ്ശൂര് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ തന്നെ എന്റെ മകൾ ഇപ്പൊ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. ഇവിടെ പഠിക്കാൻ ഞാൻ സമ്മതിക്കാത്തതിനുള്ള കാരണം കോളേജ് രാഷ്ട്രീയമാണ്. 3ാമത്തെ കാര്യം, ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടാക്സ് വർധനവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങയുടെ വീക്ഷണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വീക്ഷണം വളരെ ദിവ്യമാണ്, അതിലൊരു സംശയവും വേണ്ട കേട്ടോ. വളരെ ദിവ്യമായ വീക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സോഷ്യലിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എനിക്കിതെല്ലാം കാണാൻ പറ്റും. പ്രധാനമായിട്ടും കേരളത്തിന് ഇങ്ങനെ ഇമ്പോസ് ചെയ്യേണ്ടി വരുന്ന ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത്, കേരള ഗവൺമെന്റ് ഹാസ് നെവർ ബീൻ എ മണി ജനറേറ്റിംഗ് ഗവൺമെന്റ്. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ ബിൽ കളക്ടേഴ്സ് ഗവൺമെന്റ്. അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. FACT വളരെ ശക്തമായിരുന്നു, ടൈറ്റേനിയം വളരെ ശക്തമായിരുന്നു. അങ്ങനെ എണ്ണി പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും നമ്മുടെ പ്ലാറ്റ്ഫോമൊന്നും അത്ര മോശമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഇതിനൊറ്റ ഉത്തരമേ പറയാനുള്ളൂ. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോ എന്നെ പ്രധാനമന്ത്രി വിളിച്ചിട്ടാണ് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ ക്യാബിനിൽ തന്നെയായിരുന്നു. എന്നെ
കേരളത്തിൽ നിന്ന് വന്നവര് ചീഫ് സെക്രട്ടറി അടക്കം അറിയിക്കാത്തതുകൊണ്ട് എന്റെ വ്യസനം അറിയിക്കാൻ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പക്ഷത്താണ് ഇരുന്നത്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു കസേരയിലാണ് ഇരുന്നത്. ഒരു സജഷന്, മുഖ്യമന്ത്രിയുടെ ഒരു സജഷന് പ്രധാനമന്ത്രി കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഇന്നൊരു പക്ഷേ FDI ഇവിടെ ഇരിക്കുന്നതിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ല, ചേംബർ ഓഫ് കോമേഴ്സ്. He should know. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, എത്രയാണ് കേരളത്തിന്റെ പ്ലാറ്ററിലുള്ളത്? 0 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് വാസ് എക്സാക്ട്ലി നോട്ട് 0, സംവെയർ അറൌണ്ട് 10 crores. അത്രയുണ്ട്. ഇനി നിങ്ങൾ എവിടെ ഈ ഡേറ്റ കിട്ടുമോ അവിടെ പോയി ഒന്ന് പരിശോധിക്കണം. നമുക്ക് എത്ര 1000 കോടിയുടെയാണ് ഇന്ത്യയിലേക്ക് FDI വന്നിട്ടുള്ളത്. കോവിഡ് കാലം തുടങ്ങി, ഏതാണ്ട് ആ കോവിഡ് സീസണിൽ തന്നെയാണ് ഈ ബ്രേക്ക് ത്രൂ നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. മൈൻഡ് സെറ്റാണ്. ഇൻവെസ്റ്റേഴ്സിന് ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള മൈൻഡ് സെറ്റ്. ആൻഡ് വാട്ട് ഈസ് ഡിഫറെന്റ് ഇൻ കേരള? അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മീറ്റിംഗിൽ കൊളച്ചൽ പദ്ധതി അവസാനിപ്പിക്കണം, അത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത്, അത് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ പ്രാപ്തിയെ കെടുത്തും എന്നാണ് മാന്യ ഇദ്ദേഹം അവിടെ വന്നിരുന്ന് പറഞ്ഞത്. ഇതിന് സാക്ഷി ശശി തരൂരാണ്. അദ്ദേഹത്തിന്റെ തന്നെ രാജ്യസഭാ MP-മാരായ നാരായണൻ ചേട്ടനും അതുപോലെ MP രാജേഷ്, രാഗേഷ് കണ്ണൂർക്കാരൻ രാജ്യസഭാ MP, ഇളമരം കരീമില്ല, ടോം ജോസ് അദ്ദേഹം, നളിനി നെറ്റോ, ഇവരെല്ലാം സാക്ഷികളാണ്. മോദിജി തിരിച്ചു പറഞ്ഞത് കൊളച്ചൽ തമിഴ്നാട്ടിലല്ലേ, നിങ്ങളുടെ സംസ്ഥാനമല്ലല്ലോ. നിങ്ങൾ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയും. തമിഴ്നാടിന്റെ ആവശ്യങ്ങളും ആവശ്യകതയില്ലാത്തതും ഒന്നും നിങ്ങളിവിടെ എഴുന്നള്ളിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വിഴിഞ്ഞത്തിന്റെ കാര്യം നോക്കിയാൽ മതി. വേഗം അതിന്റെ പണി തീർക്കൂ. നിങ്ങൾ ആദ്യം തുടങ്ങൂ. നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യൂ ഇന്ത്യസ് നമ്പർ 1 പോർട്ട് അല്ലെങ്കിൽ വേൾഡ്സ് നമ്പർ 2 പോർട്ട് എന്ന് നിങ്ങൾ അനൗൺസ് ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. ഉടനെ അദ്ദേഹം പറഞ്ഞത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ തുരുമ്പെടുക്കുന്ന അവസ്ഥയിലേക്കുള്ള കുതിച്ചുപാച്ചിലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയാണ് ഈ പറയുന്ന മൈൻഡ് സെറ്റിന്റെ ഇഷ്യൂ അദ്ദേഹം റേസ് ചെയ്തത്. पिनराई विजयन जी, वल्लरपाड़म में आप अपना ट्रेड यूनियनिज्म थोड़ा कम करो, ठीक हो जाएगा. This is the problem with Kerala. ആന്തൂർ സാജനെ നമ്മൾ മറക്കരുത്. മുംതാസ് ഇപ്പൊ സിദ്ധാർത്ഥന്റെ പശ്ചാത്തലം പറഞ്ഞു, അഭിമന്യുവിന്റെ പശ്ചാത്തലം പറഞ്ഞു. DNA ഇല്ലാത്ത കൊച്ചിനെ കൊടുക്കും എന്ന് CPI വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു അംഗം ഒരു വിദ്യാർത്ഥിനിയോട് ആരാണ് വിളിച്ചു പറഞ്ഞത്? അവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടുന്നാണ് ഈ ചങ്കൂറ്റം വരുന്നത്? എന്ത് രാഷ്ട്രീയ അധമ ചിന്താഗതിയാണത്? എത്ര വയസ്സുണ്ടാവും അയാൾക്ക്? എന്ത് പൗരബോധമാണ് ഈ പറ്റങ്ങൾക്കുള്ളത്? അവരെയാണോ നമ്മൾ വെച്ച് പൊറപ്പിക്കേണ്ടത്? ഈ വളർന്നു വരുന്ന വിഷങ്ങളാണ് നാളത്തെ ഈ സംസ്ഥാനത്തിന്റെ ദുരന്തം. ഇന്നേ ദുരന്തമാണെങ്കിൽ പിന്നെ ദുരന്തത്തെ എന്ത് വിളിക്കണമെന്ന് ഇനി പുതിയ കോയിനേജ് ഉണ്ടാകണം. ലെക്സിക്കനിൽ അതിന് പുതിയ ഒരു വാക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പൊ കേരളത്തിന്റെ പ്രശ്നം അതാണ്. വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഗോൾഡ് മൈനായിട്ട് മാറും. അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വരേണ്ടതായി എയിംസ് ഞാൻ ഒരിക്കലും ഓപ്റ്റ് ചെയ്തിട്ടില്ല. തൃശ്ശൂരിന്, ട്രിവാൻഡ്രത്തിനും ഓപ്റ്റ് ചെയ്തിട്ടില്ല, കാസർഗോഡിനും ഇല്ല, കണ്ണൂരിനും ഇല്ല. എയിംസ് വരേണ്ടത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന് പറയുന്ന
കമ്മ്യൂണിസം കൊണ്ട് മാത്രം നശിച്ച് നാറാണക്കല്ലിളകിപ്പോയ ഒരു പ്രദേശമാണ്. കേരളത്തിന്റെ ഏറ്റവും സമ്പന്ന പ്രദേശമായിരുന്നു. കിഴക്കിന്റെ വെന്നിസ് എന്നാണ് അറിയപ്പെടുക. ഏറ്റവും വലിയ ക്രയവിക്രയങ്ങൾ നടന്നിരുന്നത് കുരുമുളകായാലും കയറായാലും കയർ ഉൽപ്പന്നങ്ങളായാലും തെങ്ങിന്റെ ഉൽപ്പന്നങ്ങളായാലും വളരെ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു. എന്താണെന്ന് വിമോചന സമര നേട്ടങ്ങൾക്ക് ശേഷമുള്ള ശേഷിപ്പ് എന്താണ്? അവരും ഇന്ത്യൻ പൗരന്മാരില്ലേ? അപ്പോ നമുക്ക് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങളുണ്ട് കേരളത്തിൽ. ആ ശ്വാസം മുട്ടലിനൊരു വലിയ ഈസിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന വികസനം കാമിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. ആലപ്പുഴ അങ്ങനെ ഒരു പ്രദേശമാണ്. ആലപ്പുഴ വളർന്നാലും കേരളം വളരും, മലയാളിയും വളരും. മലയാളി അങ്ങനെ വളരാനേ, സ്വാർത്ഥത മാറ്റിവെച്ച് അങ്ങനെ വളരാനേ ആഗ്രഹിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ചിന്താഗതി ഉണ്ടെങ്കിൽ എന്നെ അത് ഇവിടെ വെച്ച് തന്നെ ബോധിപ്പിച്ചു തരണം. കേരളത്തിന് വേണ്ടി സംഭവിക്കണം, ഭാരതത്തിന് വേണ്ടി സംഭവിക്കണം എന്ന് പറയും. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ പശ്ചാത്തലത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി തന്നെ ചിന്തിക്കണം. അത് ആലപ്പുഴയും നന്നാവണം, കൊല്ലവും നന്നാവണം. എല്ലാ പ്രദേശങ്ങളും ആവാസ വ്യവസ്ഥിതിക്ക് ചോദ്യം ചെയ്യുന്ന ചിഹ്ന സ്ഥാപനങ്ങളൊന്നും ഉണ്ടാവരുത്. അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ പോലും ആ ചിഹ്ന സ്ഥാപനങ്ങൾ നമുക്ക് തകർക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവർ നേരെയാവണം. നേരെയാവുമെന്ന് തീരുമാനമെടുക്കണം. അത് നമുക്ക് വെളിപ്പെടുത്തി തരികയും വേണം. അത് തന്നെയാണ് എൻ്റെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. നല്ലവർ മാത്രം ജീവിക്കണം, നല്ലവർ മാത്രം അവശേഷിക്കണം, നല്ലത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കണം, നല്ലത് മാത്രം. അത് തന്നെയാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ.